ലെല്ല പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ബാപ്പു വലപ്പാടിന്റെ 17ാമത്തെ രചനയും ചെറുകഥാ സമാഹാരവുമായ കാരുണ്യത്തിന്റെ കൈകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് മുൻ MLA-യും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊട്ടൻഷ്യൽസും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ജാടകളുമില്ലാതെ എല്ലാവരും തുറന്നെഴുതിയ അപൂർവമായ ഒരു പുസ്തകമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാ എഴുത്തുകാരും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെളിപ്പെടുത്തലുകളാണ്. അവരുടെ ജീവിതത്തിലൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നടത്തിയ സ്വാധീനമുണ്ട്. പലരും രാജ്യവേലായുധനെ അനുസ്മരിക്കുമ്പോൾ ഗ്രന്ഥരചയിതാവും ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP-യുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ബാപ്പുക്ക് എപ്പോഴും തന്നെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദയയുടെയും ഒക്കെ കഥയാണ് ബാപ്പുക്ക പറയാറുള്ളത്. മനുഷ്യ സ്നേഹത്തിന്റെ അളവറ്റ മനുഷ്യ സ്നേഹത്തിന്റെ കഥകളാണ് ബാപ്പുക്ക നിങ്ങളോട് എക്കാലവും പറഞ്ഞത്. ഒരിക്കൽ പോലും ബാപ്പുക്കയുടെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ബാപ്പുക്ക എഴുതുന്ന കഥയിൽ ഒരിക്കലും ഒരു ദുരന്തപൂർണമായ ഒരു അവസാനം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോക്കിക്കൊള്ളു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MA സലിം പുസ്തകം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ വലപ്പാട് GHSS-ലെ അധ്യാപിക വിനോദിനി, ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവരെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ലെല്ല പബ്ലിക്കേഷൻസിന്റെ പുരസ്കാരം നൽകി ആദരിച്ചു. മുഹസിൻ പാടൂർ, ഡോക്ടർ സുഭാഷിണി, ചിദംബരൻ, PN പ്രോവിന്റ്, സംഗീത കൃഷ്ണൻ, നൌഷാദ് പോക്കാക്കിലത്ത്, ഷംസുദ്ദീൻ ഇളയടത്ത്, സുകുമാരൻ വള്ളാഞ്ചേരി, റൌഫ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. 55ാം വർഷം കൂടിയാണ്. 1970-ലാണ് രാജ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ 2025 55 വർഷക്കാലമായി ഈ നാട്ടിയ മണപ്പുറത്ത് എൻ്റെ എഴുത്ത് തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളാണ്. അത് വളരെ ആത്മാർത്ഥമായി ഞാൻ അവരുമായി ഏറ്റവും അടുക്കുകയും ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അന്ന് ആ ബന്ധങ്ങളൊക്കെ എനിക്ക് തുടരാൻ കഴിഞ്ഞു. അതുകൊണ്ട് വളരെയേറെ സംതൃപ്തിയുണ്ട്.